എല്ലാവർക്കും സെലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. അപ്പൊ നിങ്ങളുടെ ഗിഫ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് മലായി ആണ്. ഇത് ഞാൻ ഈസി മെത്തേഡിലാണ് തയ്യാറാക്കുന്നത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ എഗ് മലായി എങ്ങനെ ഉണ്ടെന്ന് കൂടി കമന്റ് ചെയ്യണം കേട്ടോ, അത് വിട്ടുപോകരുത്. ഇന്ന് നമ്മളുടെ 4ാമത്തെ ഗിവ് അവേ ആണ്. അപ്പൊ ഇന്നത്തെ റെസിപ്പിയിൽ ഞാന് ടൊമാറ്റോ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ടൊമാറ്റോ എന്നുള്ളതല്ല ആൻസർ. ആ ടൊമാറ്റോ ഞാൻ എത്ര സ്ഥലങ്ങളിൽ കാണിച്ചിട്ടുണ്ട്, അതായത് എണ്ണമാണ് വേണ്ടത്. ശ്രദ്ധിച്ചു കേൾക്കണം. ടൊമാറ്റോ ഞാൻ എത്ര സ്ഥലങ്ങളിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇനി ഫോർമാറ്റ് പറയുന്നില്ല, കാരണം മുൻപ് നമ്മൾ നടത്തിയ ആ ഫോർമാറ്റിൽ തന്നെ അതിന്റെ ആൻസേഴ്സും ഇതിനു മുൻപ് നടത്തിയ 3 ആൻസർ എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങൾ. പിന്നെ സ്പേസ്, ഇന്ന് എത്ര സ്ഥലങ്ങളിൽ നമ്മൾ ടൊമാറ്റോ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ആൻസർ, സ്പേസ്, നിങ്ങളുടെ പേര്. അപ്പൊ ഇതിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ മുന്നത്തെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ അടിപൊളി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒരു കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണം. മസാല ഉള്ളിലേക്ക് കടക്കാനാണ്. ഈ മുട്ട എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് വരഞ്ഞെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 സവാള വേണം, 5 പച്ചമുളക് വേണം, 1 പിടി പുതിന ഇല വേണം. പുതിന ഇല ഒരു 10-15 ഇല വരും കേട്ടോ. അപ്പം ഇത് 3ഉം കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ ഇതിന്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 ഗ്രാമ്പും 1 പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കാണ്. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാണ്, അതായത് ക്യുമിൻ സീഡ്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് വഴറ്റി കൊടുക്കാം. ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മളിത് സ്ലോ ഫ്ലെയിമിലിട്ട് വഴറ്റി എടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായോ? ഇതിൻ്റെ ആ പച്ച ചുവ മാറി ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവണം. ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്യരുത്, എങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല. നിങ്ങൾ എപ്പോഴും ശരിയുത്തരം എഴുതാൻ നോക്കുക, കോപ്പി ചെയ്യരുത് കേട്ടോ. കാരണം എന്താ നോക്കാം, കഴിഞ്ഞ കോണ്ടസ്റ്റിൻ്റെ ഉത്തരവായിട്ട് കുറേ പേര് തെറ്റെഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും ഒരാൾ എഴുതി അനുസരിച്ച് അങ്ങ് മാല പോലെ എഴുതി വിടുവാണ്. നിങ്ങൾ വീഡിയോ കണ്ട് വിലയിരുത്തിയിട്ട് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചെഴുതുക, എങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആരും എൻ്റെ റെസിപ്പിയെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ ആൻസറിൻ്റെ കൂട്ടത്തിൽ കമൻറ്റ് ചെയ്യേണ്ട. ആൻസർ കമൻറ്റ് ചെയ്ത ശേഷം എൻ്റെ റെസിപ്പി എങ്ങനെയുണ്ടെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു സ്റ്റേജ്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഈ ഉള്ളിയുടെ കൂട്ടും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. കണ്ടോ, എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. ഈ സമയം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 250 ml ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ പാല് ചേർക്കാവുന്നതാണ്. നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറിൽ വരുന്നുണ്ടോ? ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഞാനിവിടെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയും മതിയാവും. ഞാൻ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫ്രഷ് ക്രീം ചേർത്ത ശേഷം ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളച്ചാൽ മതിയാകും.
അപ്പം ഞാനിവിടെ ഫ്ലെയിം വീണ്ടും കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. ഉലുവയില ഉണക്കിയതാണ്, അതും കൂടി ഇതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പം ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റുവാണ്. അപ്പൊ ഇന്നത്തെ ഈ കോഡും നമ്മളുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.